ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. ആദരണീയരായ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുതയാണ്, നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ, എയർപോർട്ടിൽ അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളിൽ, കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ നമ്മളവിടെ എപ്പോ വന്നു, എന്തൊക്കെ ചെയ്തു, എപ്പോ തിരിച്ചുപോയി എന്നൊക്കെയുള്ള കൃത്യമായ രേഖ അവിടെയുണ്ട്. CCTV സ്ഥാപിക്കുക വഴി നമ്മൾ എത്ര നിഷേധിച്ചാലും, ഞാനവിടെ പോയിട്ടില്ല, ഞാനവിടെ ഇല്ലായിരുന്നു എന്ന് എത്ര നിഷേധിച്ചാലും പച്ചയായ തെളിവ്, നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത തെളിവായി അത് നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. പല മോഷണങ്ങളും ഇന്ന് പിടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. മോഷ്ടിക്കാൻ വേണ്ടി ബാങ്കുകളിലാവട്ടെ വീടുകളിലാവട്ടെ എത്തിപ്പെടുന്ന ആളുകളുടെ CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുക വഴി വളരെ വേഗത്തിൽ പ്രതികളെ പിടിക്കാൻ കഴിയുന്നു. ഇത് ഈ ലോകത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വേള ഒരു 100 വർഷം മുമ്പൊക്കെ ജീവിച്ച ആളുകളോട് ഇത്തരത്തിൽ ദുനിയാവിലൊരു സംവിധാനം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ നിഷേധിക്കുമായിരുന്നു. അന്ന് ഇത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത്ര വേഗം ഈ സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് അവരാരും ആലോചിച്ചുമിരുന്നില്ല. എന്നാൽ അന്നേ, അതിനു മുമ്പേ തന്നെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെടും. നമ്മൾ ഈ ദുനിയാവിൽ ജനിച്ചത് മുതൽ മരിച്ച് പിരിഞ്ഞു പോകുന്നത് വരെയുള്ള നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളും, നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഇത് തെളിവായിട്ടുണ്ടെങ്കിൽ ഖുർആൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒരു ന്യായം കൊണ്ടും നിഷേധിക്കാൻ നമുക്ക് കഴിയുകയില്ല തന്നെ. വലിയൊരു ഗ്രന്ഥം, 10-60 വർഷക്കാലം 10-70 വർഷക്കാലം ജീവിച്ച മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെയും അവന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ പോലും രേഖപ്പെടുത്താൻ എത്ര വലിയ ഗ്രന്ഥം വേണമെന്നൊക്കെ ആലോചിച്ച് അന്തം വിട്ടിരുന്ന പുരോഗമനവാദികൾ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. പക്ഷേ അവർക്കൊക്കെയും ഉത്തരം പൊട്ടിപ്പോകും വിധം ചെറിയ മെമ്മറികൾ വരെ ഇന്ന് ഒരുപാട് ഫയലുകൾ ശേഖരിച്ചു വെക്കാവുന്ന മെമ്മറി കാർഡുകൾ വരെ ഇന്ന് സുലഭമാണ്. പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ എന്തൊന്ന് നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചുവോ നമ്മൾ ജാഗ്രത കാണിക്കാൻ അതത്രയും പുലർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതൊക്കെയും നേർ കണ്ണുകൾ കൊണ്ട് കാണാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയുമാണ്. മുൻകാലത്തിലെ ജനങ്ങൾ ചിലപ്പോൾ നിഷേധിച്ചാൽ ഖുർആൻ ഇന്നാലിന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ നിഷേധിക്കാൻ അവർക്ക് പരിമിതമായ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അവർ നിഷേധിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഒരു മനുഷ്യനും അത് നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ പച്ചയായ തെളിവായി നിലകൊള്ളുകയാണ്. എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ അഥവാ എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുക. എന്താ ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചലനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നവയാക്കി തീർക്കാൻ
നമുക്ക് കഴിയും. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമസ്കാരം, നോമ്പ് പോലുള്ള നിർബന്ധ കർമ്മങ്ങളിൽ മാത്രം അത് ഒതുങ്ങിത്തീരുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങളകിലവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കണം. അള്ളാഹു ഏതൊക്കെ കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചുവോ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരായി നമ്മൾ മാറണം. ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹു നമ്മോട് വിലക്കിയോ അതിൽ നിന്നും മാറി നിൽക്കുന്നവരാവണം നമ്മൾ. അങ്ങനെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഇങ്ങനെ ജീവിച്ചവർ എന്താണ് ഗുണം? അത് അള്ളാഹു തന്നെ വിശദീകരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. ഈ ലോകത്തെ ജീവിതം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണ ജീവിതത്തിൽ ഒരുപാട് കടുത്തതും ലോലമായതും ചെറുതും വലുതുമായതുമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് സന്തോഷത്തിന്റെ പരീക്ഷണമാവാം, ദുഃഖത്തിന്റെ, വേദനയുടെ, ദുരന്തത്തിന്റെ പരീക്ഷണമാവാം. ഏത് പരീക്ഷണമായിരുന്നാലും അവയെ യഥാവിധി ഉൾക്കൊണ്ട് ഇത് പടച്ചവന്റെ വിധി ആണ് എന്ന് തിരിച്ചറിഞ്ഞ് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോ, ഒരു വിശ്വാസി തയ്യാറാകുമ്പോ അവന്റെ ജീവിതം വിജയകരമാവുകയാണ്. എന്നാൽ അതെങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക? അതെങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക? അതിന് സാക്ഷി വേണം, രേഖ വേണം, അതിന് വ്യക്തമായ തെളിവുകൾ വേണം. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്. നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു. നമ്മൾ ഓരോരുത്തരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു. നമ്മുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ അറിയുന്നവരാണ് അള്ളാഹു. നമ്മൾ മനസ്സിൽ ചിന്തിച്ചതറിയുന്നവരാണ് അള്ളാഹു. കൂരിരുട്ടിലെ കറുത്തിരുണ്ട സമയത്തെ കറുത്ത ഒരു മുത്തുമണി പോലും തിരിച്ചറിയാൻ കഴിയുന്നവനാണ്. അത് എവിടെയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു പതിസ്ഥാനത്ത് പതിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ ഫുസ്സിലത്തിൽ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും വഴിയേ വഴിയേ. നേരത്തെ സൂചിപ്പിച്ച മെമ്മറി കാർഡാവട്ടെ, പെൻഡ്രൈവ് ആവട്ടെ, CCTV ക്യാമറയാവട്ടെ, അങ്ങനെ ഖുർആൻ പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിഷേധിക്കാനാവാത്ത വിധത്തിൽ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമുക്കിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വഴിയെ വഴിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കാണിച്ചു തരുന്നതാണെന്ന് ഖുർആൻ പറയുകയാണ്. തുടരുകയാണ് ഖുർആൻ. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണെന്ന് എന്നത് നിനക്ക് അറിയില്ലേ? നിനക്ക് മതിയായതല്ലേ? നിനക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മെ ശ്രദ്ധിച്ചവനാണ് അല്ലാഹു, നമ്മെ സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു, നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹു ഏത് കാര്യത്തിനും സാക്ഷിയായവനാണ്, ഏത് കാര്യത്തിനും മതിയായവനാണ് എന്ന് ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുകയാണ് സൂറത്തുൽ ബഖറയിലെ 231 ആയത്ത്. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. നിശ്ചയം അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഒന്നും വിട്ടുപോകുന്നില്ല, ഒന്നും മറന്നു പോകുന്നില്ല. ഉറക്കം ബാധിക്കുന്നില്ല, മയക്കം ബാധിക്കുന്നില്ല.
ആലസ്യം ബാധിക്കുന്നില്ല, ബോധം ഇല്ലാതാവുന്നില്ല. അങ്ങനെ ഒരു നിമിഷം പോലും, ഒരു നേർത്ത സെക്കൻഡ് പോലും ഉണ്ടാവുന്നില്ല. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അവനറിയാതെ ഒരു ഇല പോലും ഇളകുന്നില്ല, വീഴുന്നില്ല. ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അവന്റെ പക്കലാകുന്നു അദൃശ്യത്തിന്റെ ഖജനാവുകൾ, അദൃശ്യത്തിന്റെ താക്കോലുകൾ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഈ ലോകവും പരലോകവുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ, അതിന്റെ ഒക്കെ ഖജനാവ്, അതിന്റെ ഒക്കെ താക്കോല് അള്ളാഹുവിന്റെ അടുക്കലാണെന്ന് ഖുർആൻ പറയുകയാണ്. നമുക്കറിഞ്ഞില്ലെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. നമുക്കറിയുന്നില്ല എന്ന് കരുതി നിഷേധിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാനുള്ള ചിന്താശേഷി കഴിവ് തന്നിട്ടുണ്ട്, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ അക്രമിയാണ്, അതിക്രമിയാണ്, അങ്ങേയറ്റം പരാജിതനാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അള്ളാഹുവിന്റെ പക്കലാകുന്നു അദൃശ്യത്തിന്റെ താക്കോലുകൾ, അവരല്ലാതെ അവർ അറിയുന്നില്ല. നമ്മളറിയാത്ത ഒട്ടനേകം പ്രപഞ്ച രഹസ്യങ്ങൾ, പ്രകൃതി രഹസ്യങ്ങൾ, മനുഷ്യനെ കുറിച്ചുള്ള പരിപൂർണമായ അറിവുള്ളവനാണ് അള്ളാഹു. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും ഉള്ളത് അവൻ അറിയുന്നു. വമാ തസ്ബതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല, ഒരു ഇലക്ക് പോലും ഇളക്കമുണ്ടാവുന്നില്ല. ഒരുപാട് ഇലകൾ വീണുകൊണ്ടിരിക്കുകയാണ്, കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണക്ക ഇലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വീണുകൊണ്ടിരിക്കുകയാണ്. ലോകത്തും ഈ വൃക്ഷങ്ങളിൽ, ചെടികളിൽ നിന്ന് എത്രായിരം, എത്ര ലക്ഷം, എത്ര കോടി കണക്കിന് ഇലകളാണ് സമയം നോക്കാതെ വീണുകൊണ്ടിരിക്കുന്നത് സെക്കൻഡുകൾക്കിടയിൽ. അതൊക്കെയും അറിയുന്നവനാണവൻ. വലാ ഹബ്ബത്തുൻ ഫീ ദുലുമാത്തിൽ അർള്. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാവട്ടെ, ഒരു കടുകാവട്ടെ, ഒരു മൊട്ടുസൂചിയാവട്ടെ, ഒരു മൊട്ടുസൂചിയുടെ മൊട്ടാവട്ടെ, അതും അവൻ അറിയുന്നു. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. പച്ചയായതോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവായാലും വ്യക്തമായ ഒരു രേഖയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാം അറിയുന്ന അല്ലാഹു. നമ്മളൊരു സ്ഥലത്ത് പോയാൽ, CCTV ഉള്ള ഒരു സ്ഥലത്ത് പോയാൽ, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടാണ് അവിടുന്ന് കാര്യങ്ങൾ കൈയാളുക. നമ്മളവിടെ കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കും. എന്താ ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, മറ്റുള്ളവർ കാണും. അതിന്റെ ഓഫീസിൽ നിന്ന് അതിൽ നിശ്ചയിക്കപ്പെട്ട ആളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാണക്കേടാവരുത്, മോശമായി പോകരുത്, അപമാനിക്കപ്പെട്ടു പോകരുത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ മാന്യമായിട്ടായിരിക്കും നമ്മൾ ഇടപെടുക. ഇവിടെ അല്ലാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അല്ലാഹുവിനെ മറികടന്നുകൊണ്ട് നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. മനസ്സിനകത്തെ ചിന്ത, മനസ്സിനകത്തെ ദുഷിച്ച ചിന്ത, മനസ്സിനകത്തെ മറ്റവനോടുള്ള വിദ്വേഷം, മനസ്സിനകത്തെ മറ്റവനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം, ഗൂഢാലോചന ഒക്കെയും അല്ലാഹു അറിയുന്നുണ്ട്. മനസ്സിൽ വെറുതെ അത് സൂക്ഷിച്ചു വെച്ചാലും അതറിയുന്നവനാണ് അല്ലാഹു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിൽ പറയാണ്, യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ വഞ്ചനയും ഹൃദയങ്ങൾ ഒളിപ്പിക്കുന്നതും അവൻ അറിയുന്നു. നമ്മുടെ കട്ടുനോട്ടം, കള്ളനോട്ടം, നേർക്കുനേരെ നമ്മളൊരാളോട് പുഞ്ചിരിക്കുന്നു, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അയാളോട് ദേഷ്യമാണ്, പകയാണ്, വിദ്വേഷമാണ്, അസൂയയാണ്. അതറിയും അല്ലാഹുവിന്. നേർക്കുനേരെ നമ്മുടെ പുഞ്ചിരി കാണുന്ന, നേർക്കുനേരെയുള്ള മുന്നിലിരിക്കുന്ന സഹോദരൻ, സുഹൃത്ത് നമ്മുടെ പുഞ്ചിരിയിൽ ആകൃഷ്ടനാകും. അവൻ എന്നോട് ഇഷ്ടമാണ്, അവൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അവൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് എന്നൊക്കെ കരുതും. പക്ഷേ അതിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച വിഷം അതറിയുന്നവനാണ് അല്ലാഹു. കണ്ണുകളുടെ വഞ്ചനയും കട്ടുനോട്ടവും
ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അറിയുന്നവനാണ് അല്ലാഹു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 166-ാമത്തെ ആയത്തിൽ പറയുന്നു, ലാകിനില്ലാഹു യശ്ഹദു ബിമാ അൻസല ഇലൈക്. എന്നാൽ അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്നതിന്റെ കാര്യത്തിൽ അവൻ തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഖുർആൻ, അതിന് അള്ളാഹു തന്നെ സാക്ഷിയാണ്. അള്ളാഹു തന്നെ സാക്ഷിയാണ്. വഅൻസലഹു ബിൽമിഹി, അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ അറിവ് അത് ലോകത്തെക്കാൾ എല്ലാറ്റിനേക്കാളും വലിയ അറിവ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ പോരായ്മയില്ല, അബദ്ധം വന്നിട്ടില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഉണ്ട് എന്ന് തോന്നിയാൽ പോലും അതിനപ്പുറമുള്ള അറിവിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. വൽ മലായികത്തു യശ്ഹദൂൻ, മലക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നു. മലക്കുകളും സാക്ഷിയാണ് ഇതിനെ. അങ്ങനെ മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യം നമ്മുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്താൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ 2 നേരം ദിവസവുമായി മലക്കുകൾ ഓരോ ദിവസവും 2 നേരങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട് നമ്മുടെ രേഖകൾ ഹാജരാക്കാൻ. വകഫാ ബില്ലാഹി ഷഹീദാ, മലക്കുകളും സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഒന്നുകൂടി ആണയിട്ട് പറയുകയാണ്. വകഫാ ബില്ലാഹി ഷഹീദാ, സാക്ഷിയായി അള്ളാഹു മതി കേട്ടോ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കള്ളക്കളിയും സാധ്യമല്ല, അള്ളാഹു മതി എന്ന് ഖുർആൻ ആവർത്തിക്കുകയാണ്. സൂറത്തുൽ മുജാദിലയിൽ പറഞ്ഞ് 7-ാമത്തെ ആയത്ത്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹു അറിയുന്നുവെന്ന് നീ കാണുന്നില്ലേ? അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ദുരന്തമുണ്ടായാൽ, ചില അപകടങ്ങളൊക്കെ കേൾക്കുമ്പോൾ പടച്ചവനെ വല്ലാത്തൊരു വിധിയായി പോയി നമുക്ക് തോന്നാറില്ലേ? പടച്ചവൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വിധി നടപ്പാക്കുന്നത്. പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു പ്രളയം ഉണ്ടാവണമെന്ന്. പടച്ചവൻ തീരുമാനിച്ചതിന്റെ ഭാഗമാണ് പ്രളയം ഉണ്ടാവുകയും ആളുകൾ മരിച്ചൊടുങ്ങി പോവുകയും സ്വത്തുക്കൾ നഷ്ടപ്പെട്ട് ഇല്ലാതായി പോവുകയും ഒരു ഗ്രാമം മുഴുക്കെ, ഒരു പ്രദേശം മുഴുക്കെ തകർന്നു പോവുകയും ചെയ്യുന്നത് പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹു അറിയുന്നുവെന്ന് നീ കാണുന്നില്ലേ? സൂറത്തു താരിഖ് പറയാണ്, യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് റെക്കോർഡാക്കപ്പെടുന്ന നമ്മുടെ രേഖ ഹാജരാക്കപ്പെട്ടുകൊണ്ട് അത് പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട് പരലോക ജീവിതത്തിൽ, മഹ്ശറയിൽ. ആ ദിവസത്തെ ഭയപ്പെടാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പളപള നടത്തവുമായി, ചളചള നടത്തവുമായി ആഘോഷപൂർവ്വം ജീവിക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, മരണാനന്തരമുള്ള നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇച്ഛക്കൊപ്പമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തൂ. രഹസ്യങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഇക്കാലം വരെ 10-40 വർഷമായി, 10-60 വർഷമായി ഒരു മനുഷ്യനും അറിയില്ല, നമ്മുടെ മക്കൾ അറിയില്ല, നമ്മുടെ ഭാര്യ അറിയില്ല. ഒരു രഹസ്യം, ഒരു മോശപ്പെട്ട രഹസ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ദുനിയാവിൽ ആരും അറിയാത്ത ആ രഹസ്യം നാളെ നമ്മുടെ മുമ്പിൽ കാണിക്കപ്പെടുന്ന, നമ്മൾ വിരൽ കടിക്കുന്ന, നമ്മൾ അപമാനിതരാകുന്ന അവസ്ഥ സമയം വരാനിരിക്കുന്നു എന്നാ ഖുർആൻ പറയുന്നത്. യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, 100-ാമത്തെ അധ്യായം ആദിയാത്തിൽ പറയുകയാണ്,
ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. എന്തിന്? നന്ദി കെട്ടവനാണ് എന്നുള്ളതിന്. ഞാൻ നന്ദി കെട്ടവനാണ് എന്നുള്ളതിന് ഞാൻ തന്നെ സാക്ഷിയാകുന്ന ഒരു നാൾ വരാനിരിക്കുന്നു. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന്റെ ധനത്തോടുള്ള കഠിനമായ പ്രണയമാണ് അതിനൊരു കാരണം. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്ത് കൊണ്ടുവരപ്പെടുന്ന ഒരു സമയം. വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, നമ്മൾ ഒളിപ്പിച്ചു വെച്ച, നമ്മൾ സ്വകാര്യമാക്കി വെച്ച രഹസ്യങ്ങൾ, അപമാനിക്കപ്പെട്ടു പോകുന്ന രഹസ്യങ്ങളൊക്കെയും പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് ഖുർആൻ ആവർത്തിക്കുകയാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാ. ഒരു വിശദീകരണം ആവശ്യമില്ല, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ആ അല്ലാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനുള്ള ശ്രമമായിരിക്കണം സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ CCTV ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ പെരുമാറ്റത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും കാണിക്കുന്നുവോ അതിനേക്കാളൊക്കെയും പകലിലും രാത്രിയുടെ ആ കറുത്ത രാത്രിയുടെ അല്ലെങ്കിൽ ആ ഇരുട്ടിൽ പോലും അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉറക്കം വരെ അതിസൂക്ഷ്മമായിട്ടായിരിക്കണം കൈയാളേണ്ടത് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.